യെശയ്യാ 13-12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർബലമാക്കും. അങ്ങനെ ഞാൻ ആകാശത്തെ നടുക്കുമാറാക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്തു നിന്നും ഇളകിപ്പോകും. ഓടിച്ചുവിട്ട ഇളമാനിനെ പോലെയും ആരെയും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവൻ ഓരോരുത്തരുടെയും താന്താന്റെയും ജാതിയുടെ അടുക്കലേക്ക് തിരിയും. ഓരോരുത്തരും താന്താന്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും. കണ്ടുകിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും. പിടിപ്പെടുന്നവരൊക്കെയും വാളാൽ വീഴും. അവർ കാണെ അവരുടെ ശിശുക്കളെ അടിച്ചു തകർത്ത് കളയും. അവരുടെ വീടുകളെ കൊള്ളയടിക്കും. അവരുടെ ഭാര്യമാരെ അപമാനിക്കും. ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും. അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്തു കളയും. ഗർഭബലത്തോടെ അവർക്ക് കരുണ തോന്നുകയില്ല. പൈതങ്ങളെ അവർ ആദരിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാ അലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിന് ഒരു കാലവും ഒരു നാളും കൂടി പാർക്കേണ്ടതായില്ല. തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിന്റെ സമയം അടുത്തിരിക്കുന്നു. അതിന്റെ കാലം ദീർഘിച്ച് പോകുകയുമില്ല.